Hi friends, welcome back to Step by Step English Lessons Part 4. In Part 3, we studied the 5 forms of action verbs, both strong and weak, and how infinitives form simple present and simple past tenses. We also discussed in detail the main features of personal pronouns, and then we practiced building sentences in the simple present and simple past tenses. ഓർമ്മയുണ്ടാവും നമുക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസുകളിൽ സെന്റൻസ് ഒന്ന് രണ്ട് സെന്റൻസുകൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടു. Today I am going to introduce one of the most important primary auxiliaries in English, do. എന്നതിന് കാരണം എന്നൊക്കെ നമുക്ക് ഒന്നൊന്നായി നോക്കാം. Look at the board. Here is a box full of words. Let's see what words are there. Yes morpheme is there, zero morpheme is there, the morpheme is there, that means past morpheme. Then every day, അവർക്കറിയാം every day രണ്ടായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. ഇവിടെ day എന്ന് പറയുന്നത് ഒരു noun ആണ്, every എന്ന് പറയുന്നത് ഒരു determiner ആണ്, അതിന്റെ adverb ആയിട്ട് ഒരു സെന്റൻസിൽ ഫങ്ഷൻ ചെയ്യും. ഇനി yesterday ഉണ്ട്, play ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ, ഇത്രയും പേഴ്സണൽ പ്രൊനൗൺസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വെർബ്, 2 വെർബ് ഉണ്ട്, അതിലൊന്ന് പ്ലേ ആണ്. പ്ലേ ചേർത്ത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹി സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് ഒരു സെന്റൻസ് ഉണ്ടാകും. നോക്കൂ, നമുക്കറിയാം ഹി ആണ് സബ്ജക്റ്റ്, ഹി സിംഗുലർ ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, അതില് സ് മോർഫീം ക്രിയയിൽ ചേരേണ്ടി വരും അല്ലെ. ക്രിയ ഏതാണെന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ, പ്ലേ ആണ്. അപ്പൊ ഇവിടെ ഹി പ്ലേസ്, എന്ത് കളിക്കുന്നു, അതിന്റെ ഒബ്ജക്റ്റ് ആണ് ഇനി അടുത്ത് വരുന്നത്, ക്രിക്കറ്റ്. ഇതാണ് ഇംഗ്ലീഷിന്റെ സെന്റൻസ് ഓർഡർ അല്ലെ. ഇനി അതിന്റെ ഫ്രീക്വൻസി വേർഡ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്, ഒരു adverb ആണ്, രണ്ടായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് കണ്ടല്ലോ, എവ്രി, ഇവി, എവ്രി ഡേ. ഇത് സെന്റൻസ് ആണ്. അവരെ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നു. മലയാളത്തിൽ നോക്കിയാലും വ്യത്യാസമൊന്നുമില്ല, കളിക്കുന്നു, കളിക്കുക പ്ലസ് ഒന്നു, പ്ലേ പ്ലസ് എസ് അല്ലെ. ഇനി ഈ സെന്റൻസിനെ നോക്കൂ, നമുക്ക് എങ്ങനെ ഹൗ ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു നെഗറ്റീവ്, ഇതിനെങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് നോക്കൂ പ്രൈമറി ഓക്സിലറീസ്, 3 പ്രൈമറി ഓക്സിലറീസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ടു ബി ഉണ്ട്, ടു ഡു ഉണ്ട്, ടു ഹാവ് ഉണ്ട്. അതിൽ നമ്മൾ ടു ഡു മാത്രം എടുക്കുകയാണ്. കാരണം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് ഡുവിന്റെ ആവശ്യകതയുണ്ട്, മനസ്സിലായല്ലോ. നോക്കൂ, എന്താണ് ഡു ഓപ്പറേറ്റർ എന്ന് ഡുവിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോ ഈ വാക്ക്, ഈ പ്ലേസ് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുകയാണ്, പ്ലേ പ്ലസ് യെസ്. യെസ് എന്ന് പറയുന്നത് പ്രസന്റ് ആണ് അല്ലെ. ഇത് നമുക്ക് നെഗറ്റീവ് ആക്കാനാണ് ഞാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ വെർബാണ്. നോക്കൂ, ഇതിനോടൊപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ട് ചേർക്കാൻ പറ്റില്ല. ഹി പ്ലേസ് നോട്ട് ക്രിക്കറ്റ് എവറി ഡേ എന്ന് പറയാൻ പറ്റില്ല, നോട്ട് ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ എന്ന് പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ. നോക്കൂ, ഇതിനോടൊപ്പം ഒരിക്കലും നമുക്ക് നോട്ട് ചേർക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് ഡൂവിന്റെ സഹായം ആവശ്യപ്പെടുന്നത്. നമ്മൾ ഡൂവിനെ നോക്കൂ ഇവിടെ കൊണ്ടുവന്നു, അപ്പൊ ഡു പ്ലസ് പ്ലേ പ്ലസ് എസ് കിട്ടും, മനസ്സിലായല്ലോ. അല്ലാതെ ഈ പ്ലേസിനകത്ത് അതിൽ ഡസ്റ്റ് ഇല്ല, അതിനകത്ത് എസ് മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ, ഈ എസ് മോർഫീം ഉണ്ടല്ലോ, ഇത് നേരെ ഡൂവിലേക്ക് പോകും, അപ്പൊ ഡസ് ആയി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സ്ട്രക്ചർ ഏതാണ്, ഹി പ്ലസ് ഡസ് പ്ലസ് പ്ലേ. ഇനി അതിനകത്ത് പ്ലേസ് ഇല്ല, കാരണം അത് ഇങ്ങോട്ട് ഡു കൊണ്ടുപോയിരിക്കുകയാണ് അല്ലെ, ടൂവിലേക്ക് ഇത് ഹൂക്ക് ചെയ്തിരിക്കുകയാണ്.
he does play cricket every day. ഇനി ഈ ഡസിനോടൊപ്പം നിങ്ങൾ എന്നോട് ചേർക്കൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Does not അല്ലെങ്കിൽ doesn't. Residence പറഞ്ഞു നോക്കൂ. He doesn't play cricket every day. നെഗറ്റീവ് എന്താണ്? He does not or doesn't play cricket every day. നോക്കൂ, ഇനി ഒരിക്കലും നിങ്ങൾ പറയുന്നത് he does not plays ആണ്. ഈ തെറ്റ് സാധാരണ കുട്ടികൾ വരുത്തുന്നതാണ്. കാരണം ആ എസ് ആണ് നമ്മൾ ഡൂവിന് നൽകിയത് അല്ലെ, ഡൂവിലേക്ക് ഹൂപ്പ് ചെയ്തത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ രണ്ട് സെന്റൻസും. He plays cricket every day. He does not play cricket every day. ഇതിന് രണ്ട് ചോദ്യമാക്കുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമുക്ക് അവിടെയും വേണ്ടത്. മനസ്സിലായില്ലേ? We need the help of do. മനസ്സിലായില്ലേ? In order to transform this sentence into a question. ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. He does not play cricket every day. നമ്മൾ ഇതിന് നെഗറ്റീവ് ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഇനി ഡസ് പ്ലേ ആണ് ഇവിടെ ഡസ് പ്ലേ. ആ ഡസിനെ നിങ്ങൾ മുന്നിലിടൂ. ഇതിന് നമ്മൾ സബ്ജക്ട് വെർബ് ഇൻവേർഷൻ എന്ന് പറയും. ഇനി വായിക്കൂ. Does he play cricket every day? എന്താണ്? Does he play cricket every day? നീ സെന്റൻസ് പറയൂ. He plays cricket every day. നെഗറ്റീവ് പറയൂ. He does not play cricket every day. ഇനി ക്വസ്റ്റ്യൻ പറയൂ. Does he play cricket every day? അപ്പോൾ നമുക്കൊരു പുതിയ സെന്റൻസ് കിട്ടി. Does he play cricket every day? ഇനി ഇത് നോക്കൂ. എവറി ഡേ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നു എന്നാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ചോദ്യം കൂടെ വേണമെങ്കിൽ ചോദിക്കാം. ഹൗ ഓഫൺ, ആവൃത്തി, ഫ്രീക്വൻസി കാണിക്കാനുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ഇതിന്റെ മുന്നിൽ ഹൗ ഓഫൺ ചേർക്കൂ. ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. പിന്നെ എവറി ഡേ വേണ്ടിയുള്ള ആൻസറിൽ വരേണ്ടത് അല്ലെ? ഹൗ ഓഫൺ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്. ഇനി എല്ലാ സെന്റൻസ് പറഞ്ഞു നോക്കൂ. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. ഹി ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. Does he play cricket every day? How often does he play cricket? 3 സെന്റൻസുകളായി. അപ്പോൾ വളരെ കൃത്യമാണ്. മനസ്സിലായില്ലേ? ഇനി സബ്ജക്ട് മാറ്റൂ. ഹി ഐ ഉപയോഗിക്കൂ. ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. അവിടെ എസ്ല സിറോമോർഫിയമാണ്. അപ്പോ ഡൂവിനോടൊപ്പം ചേരുന്നത് സിറോമോർഫിയം ആയിരിക്കും അല്ലേ? അപ്പൊ എന്ത് തന്നെ ആയിരിക്കും? അത് ഡൂ തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് എങ്ങനെ ചോദിക്കും? ഡു ഐ പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? നെഗറ്റീവ് ആക്കൂ. ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. Then how often ചോദിക്കൂ. How often do I play cricket? മനസ്സിലായല്ലോ? എല്ലാ സബ്ജക്റ്റുകളും ഇങ്ങനെ മാറി മാറി ഈ സെന്റൻസ് നിങ്ങൾ നല്ല രസമായിട്ട് പറഞ്ഞു നോക്കൂ. അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇതിന്റെ തെറ്റില്ല. നോക്കൂ. ഹി ഡസ് നോട്ട് പ്ലേസ്. ഒരുപാട് കുട്ടികൾ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം എന്ന് അവർക്ക് അറിഞ്ഞുകൊണ്ടാണ്. നോക്കൂ. ഇനി അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മിത്താണ്. ഈ പ്ലേസിനകത്ത് ഡസ് ഉണ്ട്. അതിനകത്ത് ഡസ് ഇല്ല. അതിനകത്ത് എസ് മാത്രമേ ഉള്ളൂ, ഒരു മോർഫിയം മാത്രമേ ഉള്ളൂ. ഡു നമ്മൾ കൊണ്ടുവരുന്നതാണ്. നോക്കൂ. ഇതിന്റെ ഒരു ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ ഡൂവിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോഴാണ് എസ് ഡൂവിനോട് ചേർന്നത് ഡസ് ആയത്. ഇനി പറഞ്ഞു നോക്കൂ ഒന്നുകൂടി. ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. ഹി ഡസന്റ് പ്ലേ ക്രിക്കറ്റ് എവറി ഡേ. ഡസ് ഹി പ്ലേ ക്രിക്കറ്റ് എവറി ഡേ? ഹൗ ഓഫൻ ഡസ് ഹി പ്ലേ ക്രിക്കറ്റ്? ഈ സെന്റൻസ് ഇതിൽ ആവർത്തിച്ച് നോക്കൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പാസ്റ്റ് ടെൻസിലേക്ക് പോകാം. വളരെ നന്നായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനൽ നമുക്ക് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും അടുത്ത ക്ലാസ്സുകൾ. മനസ്സിലായല്ലോ? കമന്റ് ചെയ്യാൻ മറക്കുകയേ ചെയ്യും. ലൈക്ക് ഇറ്റ്, then subscribe to my channel and comment.